ഹായ് മക്കളെ, വെൽക്കം ടു വിങ്സ് അക്കാഡമീസ് ഓൺലൈൻ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും? CBSE ക്ലാസ് 9 മാത്സിലെ 1.2ന്റെ കണ്ടിന്യൂഷനും തുടങ്ങാൻ പോണം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഹെഡിങ് വൈസ് എന്താ പറഞ്ഞ അതർ റൂംസ് ഇൻ ദ ഹൗസ് അല്ലേ പിള്ളേരെ? ശ്രദ്ധിച്ചേ, നമ്മണ്ടല്ല ഇപ്പൊ എന്താ ചെയ്യാ, റയാൻഡ് റൂമിന്റെ പ്രോബ്ലംസ് ആണ് എന്ത് ഡിസ്കസ് ചെയ്യണം. റയാൻഡ് റൂമിലെ ബെഡ്റൂമും ബാത്റൂമും നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തില്ലേ? ഇന്നത്തെ ക്ലാസ് നമ്മൾ എന്ത് ചെയ്യും? വായിച്ചേ, അതർ റൂംസ് ഇൻ ദ ഹൗസ്. ഒരു വീട്ടില് ബെഡ്റൂമും ബാത്റൂമും മാത്രമാണുള്ളത് അല്ല അല്ലേ? ബാക്കി ഏതൊക്കെ റൂം ഉണ്ട്? ഡൈനിങ് ഏരിയ ഉണ്ട്, കിച്ചൺ ഉണ്ട് അല്ലേ? അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ വായിക്കാം. ഓക്കെ, റയാൻസ് റൂം ഡോർ ലീഡ്സ് ഫ്രം ദ ഡൈനിങ് റൂം. റയാൻസ് റൂം ഡോർ ലീഡ്സ് ഫ്രം ദ ഡൈനിങ് റൂം എന്ന് വെച്ചാൽ എന്താണ്? റയാന്റെ റൂമിന് എന്തുണ്ട്? ഒരു ഡോർ ഉണ്ടല്ലേ? എവിടെയാണ് ഡോറ്? ദേ ഇതാണ്, D2R1 ആണ് എന്ത് റയാന്റെ റൂമിലെ ഡോറ്. ഈ റൂമിലെ ഡോർ എന്ത് ചെയ്യുന്നുണ്ട്? റൂം ഡോർ ലീഡ്സ് ഫ്രം ദ ഡൈനിങ് റൂം എന്ന് വെച്ചാൽ ഒന്നില്ല പിള്ളേരെ, എന്താണ്? ഈ റൂം തുറന്നാൽ നിങ്ങ എവിടേക്ക് പോവും? ഡൈനിങ് റൂമിലേക്ക് പോവും. ക്ലിയർ ആയ? എന്താ പറഞ്ഞേ? റയാൻസ് റൂം ഡോർ ലീഡ്സ് ഫ്രം ദ ഡൈനിങ് റൂം. റയാൻ റൂമിന് എന്തുണ്ട്? ഒരു ഡോർ ഉണ്ട് അല്ലേ? ഈ ഡോർ തുറന്നാൽ നിങ്ങൾ എങ്ങോട്ട് പോവും? ഡൈനിങ് റൂമിലേക്ക് പോവും. അപ്പൊ ഡൈനിങ് റൂം എവിടെ ആയിട്ട് വരും ആദ്യം മനസ്സിലാക്കണ്ടേ. ഈ ഒരു പ്ലോട്ടിൽ അല്ലെങ്കിൽ ഈ ഒരു ഫിഗറിൽ ഡൈനിങ് റൂം എവിടെ ആയിട്ടും വരും. ശ്രദ്ധിക്കട്ടാ, ഇതാണ് എന്ത് റയാന്റെ റൂമിലെ ഡോറ്. ഇത് തുറന്ന് ഡൈനിങ് റൂമിൽ പോകുന്ന വെച്ചാല് ഡൈനിങ് റൂം ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് വരും. ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? ഇനി എന്താ പറഞ്ഞേക്കാം? വിച്ച് ഹാസ് എ ലെങ്ത് ഓഫ് 50 ഫീറ്റ് ആൻഡ് വിഡ്ത് ഓഫ് 15 ഫീറ്റ്. ശ്രദ്ധിക്കട്ടാ, ഇപ്പൊ എന്താ പറഞ്ഞേ? റയാന്റെ റൂമിന് ഡോർ ഉണ്ട്. ഈ ഡോർ നമ്മൾ ഇങ്ങോട്ടും ഡൈനിങ് റൂമിൽ പോകും. ഇനി ആ റൂമിന് പ്രത്യേകത എന്താ? എന്താണ്? ലെങ്ത് 18 ഫീറ്റും വിഡ്ത് എന്താണ്? 15 ഫീറ്റ്. നോക്കിയാൽ എന്തായാലും ഇതാണ് എന്ത് റയാന്റെ റൂമിന്റെ റൂം എന്ന് വിചാരിക്കുക. റയാന്റെ റൂമിന്റെ ഡോർ എന്നെങ്കിലും പറഞ്ഞ് ഡൈനിങ് റൂമിലേക്ക് അല്ലേ? ആ ഡൈനിങ് റൂം എന്താണ് വരച്ചാഞ്ചേക്കണം. ഇതിന് ലെങ്ത് എത്രയാണ്? 18 ഫീറ്റ് അല്ലേ? വിഡ്ത് എത്രയാണ്? 15 ഫീറ്റ്. നമ്മളോട് നിനക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണം. നോക്കിയേ, വേറെന്തോ പറഞ്ഞല്ലോ. നോക്കിയേ, ലെങ്ത് ഓഫ് ദ ഡൈനിങ് റൂം എക്സ്റ്റെൻസ് ഫ്രം P to A. P തൊട്ട് A വരെ എന്താണ്? ഡൈനിങ് റൂമിന്റെ ലെങ്ത് ആണ്. P എന്താണ്? ഈ ഒരു പോയിന്റ് അല്ലേ? A ഏതാണ്? ഈ ഒരു പോയിന്റ്. P തൊട്ട് A വരെ എന്താണ്? ഡൈനിങ് റൂമിന്റെ ലെങ്ത് ആണ്. ശരിക്കും ഡൈനിങ് റൂമിന്റെ ലെങ്ത് എത്രയാണ്? 18 ഫീറ്റ് അല്ലേ? അപ്പൊ P തൊട്ട് A വരെ എന്തായിരിക്കും? 18 ഫീറ്റ് ആണോ? ചെക്ക് ചെയ്ത് നോക്കാം. നോക്കിയേ, ഇവിടുന്ന് സ്റ്റാർട്ട് ആയാലേ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 and 18. അപ്പൊ P തൊട്ട് A വരെ എത്ര ഫീറ്റ് ഉണ്ട്? 18 ഫീറ്റ്. അതാണ് എന്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണം. എന്താണ്? റയാന്റെ ഡൈനിങ് റൂമിന് എന്തുണ്ട്? 18 ഫീറ്റ് ലെങ്ത് ഉണ്ട്. ക്ലിയർ അല്ലേ? ഇത്രയ്ക്ക് മനസ്സിലായില്ലേ? ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണം സ്കെച്ച് ദ ഡൈനിങ് റൂം. ഡൈനിങ് റൂം എന്ത് ചെയ്യാ? ഒന്ന് വരച്ച് കാണിക്കാം. ഇനി ആൻഡ് മാർക്ക് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ ഡൈനിങ് റൂം. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എന്ത് ചെയ്യാം? ഡൈനിങ് റൂം ഒന്ന് സ്കെച്ച് ചെയ്യാം. അപ്പൊ ഡൈനിങ് റൂം എവിടെ വരും? P തൊട്ട് A വരെ എന്ത് വരും? ഡൈനിങ് റൂമിന്റെ ലെങ്ത് വരും അല്ലേ? ഇതിന്റെ അടിക്ക് എന്തുണ്ട്? 15 ഫീറ്റ് എന്തുണ്ട്? വിഡ്ത് ഉണ്ട് അല്ലേ? അതെങ്ങനെ വരും? ഏകദേശം ഇങ്ങനെ വരും അല്ലെ? കുറച്ചുകൂടി മനസ്സിലാവാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാ, നിങ്ങക്ക് ഗ്രാഫി മാർക്ക് ചെയ്യാം. നോക്കി, ഇതാണ് എന്ത് P എന്ന് പറഞ്ഞ പോയിന്റ്. എത്ര? -6,0. വേറെ ഇങ്ങ് യൂസ് ചെയ്യാം നമുക്ക്. ശ്രദ്ധിക്കട്ടാ, P തൊട്ട് A വരെ റയാന്റെ ഡൈനിങ് റൂം. ഇതിൽ P കോർഡിനേറ്റ് എത്രയാണ്? -6,0. എവിടെ വരും? ദേ ഇതാണ് എന്ത് -6 0 ഇവിടെ ഇരിക്കണം. അപ്പൊ എന്തായി? P. ഓക്കെ, അടുത്ത പോയിന്റ് ഏതാണ്? A അല്ലേ? എയുടെ കോർഡിനേറ്റ്സ് എത്രയാണ്? 12,0. ഗ്രാഫിൽ എവിടെ വരും? ഇവിടെ എന്ത് വന്നേക്കണം? 12 വന്നേക്കണം. അപ്പൊ ഇവിടെ എന്തോ വരും? എന്റെ A എന്ന് പറഞ്ഞ പോയിന്റ് വരും അല്ലെ? ഇപ്പൊ ഏതൊക്കെ പോയിന്റ്? P കിട്ടി, A കിട്ടി അല്ലേ?
ഇപ്പൊ എന്തായി? ലെങ്ത് ആയി. എത്രയാണ്? 18 ഫീറ്റ്. ഇനി എന്ത് മാർക്ക് ചെയ്യണം? വിഡ്ത്ത് മാർക്ക് ചെയ്യണം അല്ലെ? വിഡ്ത്ത് എത്രയാണ്? 15 ഫീറ്റ്. നോക്കിക്കോട്ടാ, വിഡ്ത്ത് എങ്ങനെ വരയ്ക്കും? ഇവിടുന്ന് വിഡ്ത്ത് 15 എന്ന് പറയുമ്പോ മൂളിക്ക താഴേക്ക് വരയ്ക്കണ്ടേ? ഫിഗർ നോക്ക. നമ്മ ഡൈനിങ് റൂം എവിടെ? മുകളിലെ താഴെ. താഴെ അല്ലേ? മുകളിൽ എന്തുണ്ട്? ബാത്റൂമും ബെഡ്റൂമും ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വിഡ്ത്ത് താഴേക്ക് ഒരു എന്ത് വരയ്ക്കാം? നമുക്ക് ഡൈനിങ് റൂം വരയ്ക്കാം. ശ്രദ്ധിക്കട്ടാ, വിഡ്ത്ത് താഴേക്ക് വരയ്ക്കാം. എത്ര വരയ്ക്കണം? 15. 15 എവിടെ? ദേ ഇവിടെ. അപ്പൊ എന്ത് ചെയ്യാ? സ്കെച്ച് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്ത്? പിയിൽ നിന്ന് 15 ഫീറ്റ് അടിക്ക് വരച്ചല്ലേ? അതേപോലെ എയിൽ നിന്ന് ഞാൻ എന്ത് ചെയ്ത്? 15 ഫീറ്റ് അടിക്ക് വരച്ച്. കണ്ടില്ലേ? 15. ഇനി ഈ 2 പോയിന്റ് കൂടി ജോയിൻ ചെയ്യുമ്പോ എനിക്ക് എന്ത് കിട്ടി? എന്ത് കിട്ടി? ഡൈനിങ് റൂം കിട്ടി. കുറച്ചുകൂടി നന്നായിട്ട് എന്ത് ചെയ്യാ? ഇങ്ങനെ ഇരിക്കും. ക്ലിയർ ആയില്ലേ? നോക്കി, പി ഉണ്ട്, എ ഉണ്ട് അല്ലേ? പി എത്രയാണ്? -6,0. എ എത്രയാണ്? 12,0. ഇനി പിയിൽ നിന്നും എയിൽ നിന്നും 15 ഫീറ്റ് താഴെ എന്ത് കിടക്കുന്നുണ്ട്? റൂമിന്റെ മറ്റു കോർഡിനേറ്റ്സ് കിടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മ എന്താ ചെയ്ത്? റയാന്റെ ഡൈനിങ് റൂം ഒന്ന് സ്കെച്ച് ചെയ്ത്. ക്ലിയർ? അടുത്ത എന്ത് ചെയ്യണം? ആൻഡ് മാർക്ക് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ കോർണേഴ്സ്. ശ്രദ്ധിച്ചേ, ഈ റൂമിന് എന്തുണ്ട്? 4 കോർണേഴ്സ് ഉണ്ട് അല്ലേ? എഴുതിക്കുന്നത് പി എ. പി എത്രയാണ്? -6,0. എ എത്രയാണ്? 12,0. ഇത് കൂടാതെ ബാക്കി 2 റൂമിൽ എത്രയാണ്? എന്നും എമ്മും. എന്നിലെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞേ എത്രയാണ്? -6,15 അല്ലേ? നോക്കി, ഇത് എക്സ് ആക്സിലേക്ക് മുട്ടിക്കുമ്പോ എത്ര കിട്ടണം? -6. വൈ ആക്സിലേക്ക് മുട്ടിക്കുമ്പോ എത്ര കിട്ടണം? -15. അപ്പൊ എൻ എത്ര? -6,-15. അതേപോലെ എമ്മിന്റെ പറഞ്ഞേ, എമ്മിന്റെ വാല്യൂ എക്സ് വാല്യൂ എത്രയാണ്? 12 അല്ലേ? 12. ഇനി എമ്മിന്റെ വൈ വാല്യൂ എത്രയാണ്? -50. അപ്പൊ 12,-50. ക്ലിയർ? ഇപ്പൊ അമ്മ എന്ത് ചെയ്ത്? ഡൈനിങ് റൂമിൽ സ്കെച്ചും ചെയ്ത് ഡൈനിങ് റൂമിന്റെ 4 കോർഡിനേറ്റ് എന്ത് ചെയ്ത്? മാർക്ക് ചെയ്ത്. ക്ലിയർ അല്ലേ? ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇല്ല. നമ്മ എന്ത് ചെയ്ത്? സ്കെച്ച് ഡൈനിങ് റൂം. ദേ ഡൈനിങ് റൂം എന്ത് ചെയ്ത്? വരച്ച 5. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആൻഡ് മാർക്ക് ദ കോർഡിനേറ്റ്സ്. നമ്മ എന്ത് ചെയ്ത്? 4 കോർഡിനേറ്റ് എന്ത് ചെയ്ത്? മാർക്ക് ചെയ്ത്. ഇതെന്ത് ചെയ്യാ? നിങ്ങൾ ചെയ്യുമ്പോ ഇതെന്ത് ചെയ്യാ? 4 എണ്ണം ഒന്ന് പേപ്പറിലേക്ക് എന്ത് ചെയ്യാ? എഴുതി വെക്കാം കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം കേട്ടോ. ഈ ക്വസ്റ്റ്യൻ കുറച്ച് എളുപ്പമായിരുന്നില്ലേ? ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ? ഒന്ന് സ്കിപ്പ് അടിച്ച് എന്ത് ചെയ്യാ? ബാക്കി സ്കിപ്പ് അടിച്ച് എന്ത് ചെയ്യാ? ഒന്നുകൂടി കണ്ടോക്കാം കേട്ടോ, മനസ്സിലാവും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ശ്രദ്ധിക്കട്ടാ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയാ? പ്ലേസ് എ റെക്ടാങ്കുലർ 5 ഫീറ്റ് ഇൻറ്റു 3 ഫീറ്റ് ഡൈനിങ് ടേബിൾ. നമ്മുടെ കയ്യിലേക്ക് എന്തറിയാം പിള്ളേര്? ഒരു റെക്ടാങ്കുലർ ടേബിൾ അറിയണം. നോക്കി, റെക്ടാങ്കുലർ ടേബിൾ അല്ലേ? വേറെ എന്തെങ്കിലും പറയണ്ട. 5 ഫീറ്റ് ഇൻറ്റു 3 ഫീറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഈ 5 ഫീറ്റിൽ 5 വന്നിട്ടാണ്. ശ്രദ്ധിക്കട്ടാ, ഈ ഒരു ഫോർമുല കണ്ടാല് ഈ ആദ്യം ആളെന്തായിരിക്കും? എപ്പോഴും ലെങ്ത് ആയിരിക്കും. എന്തായിരിക്കും? ലെങ്ത്. അപ്പൊ ഈ രണ്ടാമത്തെ ആൾ എന്തായിരിക്കും? ബ്രെഡ്ത്ത്. അപ്പൊ 5 ഫീറ്റ് ഇൻറ്റു 3 ഫീറ്റ് ഡൈനിങ് ടേബിൾ എന്ന് പറയുമ്പോ ഈ ഡൈനിങ് ടേബിളിന്റെ പ്രത്യേകത എന്താണ്? ഈ ഡൈനിങ് ടേബിളിൽ 5 ഫീറ്റ് എന്തുണ്ട്? ലെങ്ത് ഉണ്ട്. ഇനി ഈ ഡൈനിങ് ടേബിളിൽ എന്തുണ്ട്? 3 ഫീറ്റ് അഥവാ 3 ഫീറ്റ് എന്തുണ്ട്? ബ്രെഡ്ത്ത് അഥവാ വിഡ്ത്ത് ഉണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ ലെങ്ത് എത്ര വരാ? 5 ഫീറ്റ് അല്ലേ? വിഡ്ത്ത് എന്താണ്? 3 ഫീറ്റ്. ഓക്കെ, നമ്മുടെ ചോദ്യം എന്താണ്? പ്ലേസ് എ റെക്ടാങ്കുലർ 5 ഫീറ്റ് ഇൻറ്റു 3 ഫീറ്റ് ഡൈനിങ് ടേബിൾ precisely in the center of the dining room. Write down the coordinates of the feet of the table. Clear? എന്താണ് നമ്മ എന്ത് ചെയ്ത്? റയാന്റെ റൂമിലെ ഡൈനിങ് റൂം ഒന്ന് വരച്ചല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയണ? ഈ ഡൈനിങ് റൂമിൽ എന്ത് വെക്കണം? നമ്മ ഒരു 5 ഫീറ്റ് ലെങ്ത്തിലും 3 ഫീറ്റ് വിഡ്ത്തിലും എന്ത് വെക്കണം? ഒരു ഡൈനിങ് ടേബിൾ പ്ലേസ് ചെയ്യണം. എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്? സെന്ററിൽ. എവിടെയാണ്? സെന്ററിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ടേബിൾ പ്ലേസ് ചെയ്യും. എങ്ങനെ പ്ലേസ് ചെയ്യാം? ക്വസ്റ്റ്യൻ എന്താണ്? നമ്മ ഈ ഡൈനിങ് സെന്ററിൽ എന്ത് ചെയ്യണം? ടേബിൾ പ്ലേസ് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് അമ്മ എന്ത് കണ്ടുപിടിക്കണം? ഈ ഒരു റൂമിന്റെ സെന്റർ കണ്ടുപിടിക്കണം അല്ലേ? അതെങ്ങനെ കണ്ടുപിടിക്കുക? ശ്രദ്ധിക്കട്ടാ, ഈ ഒരു റെക്ടാങ്കുലർ ടേബിളിന്റെ റെക്ടാങ്കുലർ ഡൈനിങ് റൂമിന്റെ സെന്റർ കണ്ടുപിടിക്കും.
ശ്രദ്ധിക്കട്ട, ഇതിന്റെ സെന്ററിന്റെ കോർഡിനേറ്റ് ഇതാന്ന് വിചാരിച്ചു. ഇതിനെന്തുണ്ടാവും? ഒരു എക്സ് വാല്യൂ ഉണ്ടാവും, വൈ വാല്യൂ ഉണ്ടാവും. ഓക്കെ, എക്സ് വാല്യൂ കണ്ടുപിടിക്കും. ശ്രദ്ധിക്കട്ടാ, ഫസ്റ്റ് ഉണ്ടല്ല നമ്മ ഈ ലെങ്ത് വൈസിന്റെ കോർഡിനേറ്റ്സ് എടുക്കാം. ഇതിന് ലെങ്ത് വൈസിന്റെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്? പിയും എയും അല്ലേ. ഇതിൽ ഫസ്റ്റ് എനിക്ക് എന്താ വേണ്ടത്? എക്സ് വാല്യൂ ആണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഈ ലെങ്ത്തിന്റെ കോർഡിനേറ്റ്സ് ഉണ്ടാ ഏതൊക്കെയാണ് അതൊക്കെ? -6,0 12,0 അല്ലേ. ശ്രദ്ധിക്കട്ടാ, ഞാൻ എന്താണ് കണ്ടുപിടിക്കണം? ഈ ഒരു റൂമിന്റെ മിഡ് പോയിന്റ് അഥവാ ഈ ഒരു റൂമിന്റെ സെന്റർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഫസ്റ്റ് ഞാൻ കണ്ടുപിടിക്കണം ലെങ്ത് വൈസ് എന്താണ് കണ്ടുപിടിക്കണം? മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം. ലെങ്ത് വൈസ് ഇങ്ങനെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക. ശ്രദ്ധിക്കട്ടാ, എനിക്ക് വേണ്ടത് ഈ രണ്ട് പോയിന്റ് എക്സ് കോർഡിനേറ്റിന്റെ മിഡ് പോയിന്റ് ആണ്. കാരണം എന്താണ്? ഇവിടെ വൈ വാല്യൂ 0 0 0 കൂട്ടി ഡിവൈഡ് ചെയ്യാൻ കിട്ടും 0 അതിന് പോകും അല്ലേ. അപ്പൊ ഞാൻ എന്ത് കണ്ടുപിടിക്കും? എക്സ് വാല്യൂസ് കണ്ടുപിടിക്കും. ഇവിടുത്തെ എക്സ് വാല്യൂസ് ഏതൊക്കെയാണ്? -6 12 അല്ലേ. ഞാൻ അവരെന്ത് ചെയ്ത് കൂട്ടി എന്നിട്ട് 2 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? 6/2 അഥവാ 3 യൂണിറ്റ്സ് കിട്ടും അല്ലേ. ഇതാണ് എന്റെ എന്ത്? ഈ ഒരു ലെങ്ത്തിന്റെ മിഡ് പോയിന്റ്. ഈ 3 യൂണിറ്റ് എവിടെയായിട്ട് വരും? ഇവിടെ ആയിട്ട് വരും അല്ലേ. ഇതാണ് എന്ത്? 3. വൈ വാല്യൂസ് എന്തായിരിക്കും? എക്സ് ആക്സിൽ 0. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റ് എത്രയായിരിക്കും? 3,0. സിമിലർലി എനിക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ ഒരു വൈ വാല്യൂസിന്റെ മിഡ് പോയിന്റ്. വൈ വാല്യൂസിന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് 0 അല്ലേ. എന്റെ -50. ഓക്കെ, അപ്പൊ ഞാൻ എന്താണ് കണ്ടുപിടിക്കാൻ പോകും? വൈ വാല്യൂ കണ്ടുപിടിക്കാൻ പോകും കേട്ടോ. നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യാ? രണ്ട് വാല്യൂസ് എന്ത് കൂട്ടാ. ഇവിടുത്തെ വാല്യൂസ് എന്തൊക്കെയാണ്? 0 -15. അപ്പൊ ഞാൻ കൂട്ടി നോക്കി 0 + -50. ഈ പ്ലസും മൈനസും എന്താവും? ലാസ്റ്റ് മൈനസ് ആവൂലേ. അപ്പൊ ഞാൻ എന്ത് 0 - 15 ചെയ്തേന്. അപ്പൊ എത്ര കിട്ടിയെങ്കിൽ = -15 / 2 which equals -7.5 യൂണിറ്റ്സ്. ഇതായിരിക്കും എന്റെ എന്ത്? വൈ കോർഡിനേറ്റ്സിന്റെ മിഡ് പോയിന്റ്. 7.5 എന്ന് പറയുമ്പോൾ എവിടെയായിട്ട് വരും? 7ന്റെയും 8ന്റെയും നടുക്കായുള്ള എന്ത് വരാ? 7.5. ക്ലിയർ അല്ലേ? ഇവിടുത്തെ കോർഡിനേറ്റ്സ് ഒന്ന് ചെയ്താ എത്രയാണ്? 0, -7.5. ഓക്കെ, എനിക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഞാൻ ശരിക്കും എന്താണ് കണ്ടുപിടിക്കാൻ പോണ? ആ ഒരു ഡൈനിങ് റൂമിന്റെ സെന്റർ അല്ലേ. ഇപ്പൊ ഞാൻ എന്താ കണ്ടുപിടിച്ച്? എക്സിന്റെയും വൈയുടെയും മിഡ് പോയിന്റ് കണ്ടുപിടിച്ചുള്ളൂ. എനിക്ക് എന്താണ് കണ്ടുപിടിക്കണം? സെന്റർ കണ്ടുപിടിക്കണം. സെന്റർ കണ്ടുപിടിച്ചാലേ എനിക്ക് എന്ത് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഒരു റെക്ടാങ്കുലർ ഡൈനിങ് ടേബിൾ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ശ്രദ്ധിച്ചോട്ടാ. ഞാൻ എന്ത് ചെയ്യും? ഈ ഒരു പോയിന്റ് ഉണ്ടാ എന്ന് വെച്ചാൽ എക്സ് കോർഡിനേറ്റ് മിഡ് പോയിന്റ്. ഇത് എന്ത് ചെയ്യും? അടിക്കൊരു വരയിരിക്കും, പെർപെൻഡിക്കുലർ ആയിട്ട് കേട്ടാ. ഇനി ഈ ഒരു വൈ കോർഡിനേറ്റ് മിഡ് പോയിന്റ് ഉണ്ടാ, അവിടെ നിന്ന് എന്ത് ചെയ്യും? ഹൊറിസോണ്ടലി ഒരു ലൈൻ മാർക്ക് ചെയ്യും. ഈ രണ്ട് പോയിന്റും ജോയിൻ ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും എന്റെ എന്ത് സെന്റർ. ക്ലിയർ അല്ലേ? നോക്കി, ഞാൻ എന്ത് കണ്ടുപിടിക്കണം? സെന്റർ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ എനിക്ക് എന്ത് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ? റെക്ടാങ്കുലർ ടേബിൾ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്? ഫസ്റ്റ് തന്നെ എക്സ് കോർഡിനേറ്റിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ച് 3,0 കിട്ടി. ഇനി എന്താണ് കണ്ടുപിടിക്കണം? വൈ കോർഡിനേറ്റിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം. 0, -7.5 കിട്ടി. ഇനി അവിടുന്ന് 2 ലൈൻ ജോയിൻ ചെയ്ത് എനിക്ക് എന്ത് കിട്ടും? മൊത്തം ഡൈനിങ് റൂമിന്റെ സെന്റർ കിട്ടും അല്ലെ. കിട്ടി. ഇനി ഇവിടെ എക്സും വൈ എന്ന് വേണോ? വേണ്ട അല്ലെ. നമുക്ക് എന്താ പറയാ? വാല്യൂസ് പറയാം. എക്സ് വാല്യൂ എത്രയാണ്? 3. വൈ വാല്യൂ എത്രയാണ്? -7.5. ഇതായിരിക്കും എന്റെ എന്ത് റൂമിന്റെ സെന്റർ. ഇനി എനിക്ക് എന്ത് ചെയ്യാം? ഇവിടെ എന്ത് പ്ലേസ് ചെയ്യാൻ പറ്റും? ടേബിൾ പ്ലേസ് ചെയ്യാൻ പറ്റും അല്ലെ. ഇതായിരിക്കും എന്ത് സെന്റർ. ഇവിടെ എനിക്ക് എന്ത് പ്ലേസ് ചെയ്യണം? റെക്ടാങ്കുലർ ടേബിൾ പ്ലേസ് ചെയ്യണം. ശ്രദ്ധിക്കട്ടാ, ഈ ടേബിൾ ഞാൻ അവിടെ എങ്ങനെ പ്ലേസ് ചെയ്യും? ഒരു മിനിറ്റ്, ഇത് നടുക്കല്ല അല്ലിരിക്കണം, 3 കലറിന്റെ.
നോക്കി ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? മിഡ് പോയിന്റ് അല്ലേ? എവിടെയാണ് മിഡ് പോയിന്റ്? 3യുടെയും -7.5ന്റെയും അവിടെയാണ് എന്ത് മിഡ് പോയിന്റ് വന്നേക്കണം. ഏകദേശം ഇവിടെ ആയിട്ട് വരും അല്ലേ? ഇപ്പൊ എനിക്ക് എന്ത് കിട്ടി? ഡൈനിങ് റൂമിന്റെ സെന്റർ കിട്ടി. ഇനി ഈ സെന്ററിലേക്ക് എനിക്ക് എന്ത് പ്ലേസ് ചെയ്യാം? ഈ ഒരു റെക്ടാങ്കുലർ ടേബിൾ പ്ലേസ് ചെയ്യാം. എങ്ങനെ പ്ലേസ് ചെയ്താലാണ് ഈ ഒരു ടേബിള് കറക്റ്റ് നടുക്ക് വരെ റൂമിന്റെ? ശ്രദ്ധിക്കട്ടാ, ഈ ടേബിളിന് എന്തുണ്ട്? 4 കോർണേഴ്സ് ഉണ്ടല്ലേ? ഈ 4 കോർണേഴ്സിലെ ഒരു കോർണർ ഞാൻ ഈ സെന്ററിലേക്ക് ചേർത്ത് വെച്ചാൽ ഈ ഒരു ടേബിൾ സെന്ററിലായിരിക്കണം. ആണോ? നോക്കി, ഈ ഒരു ടേബിളിലുള്ള 4 കോർണർ അല്ലേ? അതിൽ ഒരു കോർണർ ഞാൻ ഈ സെന്ററും വെച്ചാൽ ഈ സെന്ററിലായ ഇല്ല. വേറെ ഏതെങ്കിലും കോർണർ ഞാൻ ചേർത്ത് വെച്ചാൽ ഈ ടേബിൾ സെന്റർ ആയിട്ട് ഇരിക്കും? ഇല്ല. ശ്രദ്ധിക്കട്ടാ, നമ്മണ്ടല്ല ഈ ഒരു ടേബിള് സെന്ററിൽ കറക്റ്റ് വെക്കണമെങ്കിൽ നമ്മ എന്ത് ചെയ്യണം? ഈ ഒരു ടേബിളിന് ഒരു മിഡ് പോയിന്റ് ഉണ്ടാവും അല്ലെ? അല്ലെ സെന്റർ ഉണ്ടാവും. ഈ ഒരു ടേബിളിന്റെ സെന്ററും ഈ ഡൈനിങ് റൂമിന്റെ സെന്ററും എന്തായിരിക്കണം? ഒന്നാവണം. അപ്പൊ മാത്രമേ എന്ത് പറയാൻ പറ്റുള്ളൂ? ഈ ഒരു ടേബിള് കറക്റ്റ് സെന്ററിൽ പ്ലേസ് ചെയ്യുന്ന പറയാൻ പറ്റുള്ളൂ. ക്ലിയർ ആയില്ലേ? എങ്ങനെ ടേബിൾ സെന്ററിൽ പ്ലേസ് ചെയ്യാൻ മനസ്സിലായില്ലേ? എങ്ങനെ പ്ലേസ് ചെയ്യണം? ടേബിളിന്റെ സെന്ററും റൂമിന്റെ സെന്ററും ഏകദേശം എന്തായിരിക്കണം? കോയിൻസൈഡ് അഥവാ സെയിം ആയിട്ട് നിൽക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ പറയണം? പ്ലേസ് റെക്ടാങ്കുലർ 5 feet into 3 feet ഡൈനിങ് ടേബിൾ പ്രിസൈസ്ലി ഇൻ ദ സെന്റർ ഓഫ് ദ ഡൈനിങ് റൂം. അത് നമ്മൾ ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ഡൗൺ ദ കോർഡിനേറ്റ്സ് ഓഫ് ദ ഫീറ്റ് ഓഫ് ദ ടേബിൾ. ഈ ടേബിളിൽ 4 കാലിൽ എന്ന് പറഞ്ഞല്ലേ? ആ കാലിനെ നമുക്ക് മാർക്ക് ചെയ്യണം. ഇപ്പൊ അത് റഫ് ആയിട്ടല്ലേ വരച്ചേക്കണം. ഇത് വെച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? ഒരിക്കലും ഇതിന്റെ കോർഡിനേറ്റ് പറയാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു ടേബിളിനെ കോർഡിനേറ്റ് കണ്ടുപിടിക്കും. അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണം. ശ്രദ്ധിക്കാട്ടാ, ഈ ഒരു മിഡ് പോയിന്റ് ഉണ്ടല്ലേ ടേബിളിലെ? ഈ ടേബിളിലെ സ്പെസിഫിക്കേഷൻ പറഞ്ഞ ലെങ്ത്തും ബ്രെഡ്ത്തും പറഞ്ഞ് എത്രയാണ്? 5 feet 3 feet അല്ലേ? 5 feet ലെങ്ത്തും 3 feet എന്ത് ബ്രെഡ്ത്തും. ഓക്കെ, ശ്രദ്ധിക്കട്ടാ, ഈ സെന്റർ തൊട്ട് ഇവിടെയും വരെയും എത്രയായിരിക്കും? ഇത് മൊത്തം എത്ര ഉണ്ട്? 5 feet അല്ലേ? അപ്പൊ ഈ സെന്റർ തൊട്ട് ഇത്രയും വരെ എന്തായിരിക്കും? 2.5 അല്ലേ? അതേപോലെ ഈ ഒരു ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഇത് മൊത്തം എത്ര ഉണ്ട്? 3 അല്ലേ? അപ്പൊ സെന്റർ തൊട്ട് ഔട്ടർ എഡ്ജ് വരെ എത്ര ഉണ്ടാവും? 1.5. ക്ലിയർ അല്ലേ? ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ടേബിളിലുള്ള സെന്റർ പറയാൻ പറ്റും. നോക്കിക്കോട്ടെ, സെന്ററിൽ നിന്ന് 2.5 അതാ മൊത്തം തന്നെ 5 അല്ലേ? അതിനെ പറയുന്നത് 2.5 മാറിയിട്ടാണ് എന്തിരിക്കണം? ഫസ്റ്റത്തെ എഡ്ജ് ഇരിക്കണം. ക്ലിയർ ആയ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഭാഗത്തെ എക്സ് കോർഡിനേറ്റ് എത്രയായിരിക്കും? നോക്കട്ടാ, സെന്റർ എത്രയാണ്? 3,0 അല്ലേ? ഈ 3ന്ന് 2.5 മാറിയിട്ട് എന്ന് പറയുമ്പോ എത്ര ആവും? 3 + 2.5 എത്ര കിട്ടും? 7.5 കിട്ടും അല്ലേ? എത്ര കിട്ടും? 7.5. അപ്പൊ ഈ ഒരു ലൈനിന്റെ കോർഡിനേറ്റ്സ് എത്രയായിരിക്കും? 7.5 അല്ലേ? എന്ത് കോർഡിനേറ്റ്? എക്സ് കോർഡിനേറ്റ്. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഒരു ലൈനിന്റെ കോർഡിനേറ്റ്സ് എനിക്ക് കിട്ടി. എത്രയാണ്? എക്സ് കോർഡിനേറ്റ് 7.5 അല്ലേ? ഇതും 7.5, പിന്നെ ഇതെത്രയാണ്? 7.5. ഓക്കെ, അതേപോലെ ഈ ഇവിടുന്ന് സെന്ററിൽ നിന്ന് ഈ ഒരു എഡ്ജിക്ക് എത്രയാണ് ഡിസ്റ്റൻസ്? ഇത് മൊത്തം എത്രയുണ്ട്? 5 അല്ലേ? ഇത് എത്ര? 2.5. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടും എത്ര ഉണ്ടാവും? 2.5. ഓക്കെ, അപ്പൊ ഇവിടുന്ന് തൊട്ട് ഈ ഒരു ലെഫ്റ്റ് എഡ്ജിക്ക് എത്രയാണ്? 2.5. ഈ സെന്റർ പോയിന്റ് എത്രയാണ്? 3. 3ന്ന് 2.5 മാറി എന്ന് പറയുമ്പോൾ എത്രയും? 3 - 2.5. ഇത് ലെഫ്റ്റേക്ക് അല്ലേ പോണ? ലെഫ്റ്റേക്ക് പോകുന്നവരും വാല്യൂസ് എന്തെയും കുറഞ്ഞു വരും. റൈറ്റ് പോകുന്നവരും വാല്യൂസ് എന്തെയും കൂടി വരും. ഓക്കെ, ഇപ്പം എന്ത് ചെയ്ത് ലെഫ്റ്റേക്ക് പോയില്ലേ? അപ്പൊ വാല്യൂസ് എന്തെയും കുറഞ്ഞു വരും. 3ൽ നിന്നിരുന്ന 2.5 ബാക്കിക്ക് എന്ന് പറയുമ്പോ 3ൽ നിന്ന് 2.5 കുറഞ്ഞു. അപ്പൊ എത്ര കിട്ടും? 0,0.5 കിട്ടും കേട്ടോ. അപ്പൊ ഈ ഒരു ലൈനിന്റെ എക്സ് കോർഡിനേറ്റ് എത്രയായിരിക്കും? നോക്കി, ഈ ഒരു ലൈനിന്റെ എക്സ് കോർഡിനേറ്റ് എത്രയായിട്ട് വരും?
0.5 അല്ലേ, ഇതെന്ത് വരും 0.5. അപ്പൊ നമ്മ എന്ത് ചെയ്ത് ഈ ടേബിളിലുള്ള എല്ലാ എക്സ് കോർഡിനേറ്റ് എന്ത് ചെയ്ത് കണ്ടുപിടിച്ച്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം അല്ലേ. എന്ത് ചെയ്യാ, നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാട്ടാ, ശ്രദ്ധിക്കട്ടാ. ഈ പോയിന്റത്തിന് 0.5 അല്ലേ. ഇനി വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കുന്നത് ഇതെത്രയും പോയിന്റ് -7.5 അല്ലേ. -7.5 എത്ര നീങ്ങണം, 1.5 മോളിലേക്ക്. അപ്പൊ മോളിലേക്ക് പോകുന്നതോറും എന്ത് കൂറുണ്ട്, വാല്യൂസ് കൂറുണ്ട് അല്ലേ. അപ്പൊ നോക്കിക്കോട്ടെ, -7.5 ആയിരുന്നു, അതിൽ നിന്ന് 1.5 കൂടെ ആവശ്യാല് എത്ര ആവും -5 അല്ലേ. ഈ ഒരു ലൈനിന്റെ വൈ കോർഡിനേറ്റ്സ് എല്ലാം എത്രയായിരിക്കും, -5. അപ്പൊ നമുക്കിപ്പോ എന്ത് കിട്ടി, ഈ 2 പോയിന്റ് കിട്ടിയല്ലേ. ഇനി ഏത് പോയിന്റ് ഇടണം, ഈ 2 പോയിന്റും കിട്ടണം. ശ്രദ്ധിക്കട്ടെ, ഇത് എത്രയാണ് 7.5. 7.5 1.5 നീങ്ങി എന്ന് പറയുമ്പോ എത്ര കൂട്ടണം, 7.5 പ്ലസ് 1.5 അല്ലേ. എത്ര കിട്ടും, 9 എന്ന് കിട്ടും അല്ലേ. ഓക്കെ, 9 എന്താണ്, പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ്, നെഗറ്റീവ് വരും. കാരണം എന്താണ്, വൈ ആക്സിന് താഴേക്കുള്ള വാല്യൂസ് എല്ലാവരും എന്താണ്, നെഗറ്റീവ്. ഓക്കെ, അപ്പൊ എത്രയും വരാ, -9 അല്ലേ. ഇവിടെ എന്ത് വരും, -9, ഇവിടെയോ -9. ഇത്രയുള്ളൂ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഒരു റെക്ടാങ്കുലർ 5 feet 3 feet ഡൈനിങ് ടേബിൾ ഉണ്ട്. അത് നമ്മൾ എന്ത് വെക്കണം, സെന്ററിൽ വെക്കണം. സെന്ററിൽ വെച്ച് ഇനി എന്ത് കണ്ടുപിടിക്കണം, 4 കാലുണ്ടല്ലേ. ഈ 4 കാലിന് എന്ത് കണ്ടുപിടിക്കണം, കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ച് ഏതൊക്കെയാണ്, 0.5, -5, 7.5, -5, 0.5, -9, 7.5, -9. ഇത്രയ്ക്ക് എന്ത് ചെയ്ത് ഇത്രയുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇതാണ് ഈ ഒരു ചാപ്റ്ററിലെ കുറച്ച് എന്ത് ടഫായ ക്വസ്റ്റ്യൻ. ഇതെന്ത് മനസ്സിലായി എന്ത് ചെയ്യാ, ഒന്ന് റീവൈൻഡ് ചെയ്ത് കണ്ടോക്ക, എന്താവും മനസ്സിലാവും. അത്രയ്ക്കുള്ളൂ. അപ്പൊ ഓക്കെ, താങ്ക് യു. This is Wings Campus.